ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അതും ഒരു ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ആദ്യം ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു 3/4 കപ്പ് ശർക്കരയാണ് ഇതുപോലെ വലിയ 2 കഷ്ണം ഞാൻ പീസാക്കിയിട്ട് അത് നമുക്ക് പാനിയാക്കാനായിട്ട് റെഡിയാക്കാൻ വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും ഒരു 4-5 ഏലക്കായും കൂടെ ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മൈസൂർ പഴമായിട്ടുള്ള ആ പാളയംകുടം പഴമാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 എണ്ണമാണ്. അത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ട് അതും എല്ലാം കൂടി ആയിട്ടൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെയാണ്. 1 കപ്പ് നമുക്ക് അരിപ്പൊടി, അതായത് വറുത്ത നമ്മുടെ പുട്ടുപൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. മൈദ നമുക്കൊരു ചെറിയ സോഫ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് മൈദ ഞാൻ കുറച്ച് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത് അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ തേങ്ങ നമുക്ക് ചിരകിയത് നമുക്ക് നെയ്ക്കകത്ത് ഇതുപോലെ വറുത്ത് ഞാനിതിലേക്ക് നല്ലതായിട്ട് നെയ്ക്കകത്ത് ഒരു വറുത്ത് മൂപ്പിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉണ്ണിയപ്പം ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്ക് ആ തേങ്ങയുടെ ഇത് നമുക്ക് അകത്ത് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഇടുന്നതിനേക്കാളും ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇഡലി മാവിനേക്കാളും, അതായത് ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലും കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം നമ്മുടെ ഇതിൻ്റെ ആ ഒരു അളവ് കറക്റ്റ് വരാനായിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് എള്ളുണ്ടെങ്കിൽ എള്ളും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. അത് നല്ല ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഓരോ കുഴിയിലേക്കും കറക്റ്റ് ആ ഒരു അളവിന് നമുക്ക് തവിയിൽ ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി തുളുമ്പി പോകരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ഇത് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ആ ഒരു കുഴിയുടെ ആ ഒരു കറക്റ്റ് 3/4 ഭാഗത്തോളമാണ് ഇത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം നല്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഉള്ളു വേഗത്തില്ല, പുറമേ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പച്ചരി കുതിർത്തുകയോ അതിന് വേണ്ടിയിട്ട് സമയം കളയുകയോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഈസി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ആർക്ക് വേണേലും എപ്പോൾ വേണേലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് മക്കൾക്ക് എല്ലാവർക്കും ഒന്ന് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ദിവസം ഉണ്ടാക്കി വെച്ചാലും ഇത് കേടാകത്തില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഉപയോഗിക്കാം. മക്കൾക്കൊക്കെ പഠിക്കുന്നിടത്തൊക്കെ പോകുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തു വിടാം. എൻ്റെ മോൻ ബാംഗ്ലൂർ പോകുമ്പോഴത്തേക്ക് അവൻ ഇടയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഓണത്തിന് ഇതൊരു സ്പെഷ്യൽ ഉണ്ണിയപ്പമായിട്ട് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ഓണം.